ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നും കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ മുട്ട ബിസ്ക്കറ്റ് അഥവാ കോയിൻ ബിസ്ക്കറ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ്. അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ അല്ല ഇട്ട് കൊടുക്കേണ്ടത്, ബേക്കിംഗ് പൗഡറാണ്. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് പരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഞാനിവിടെ ബട്ടർ ഉരുക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരിക്കലും തണുത്തിട്ടുള്ള ബട്ടറൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുത്താലും മതി. 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് നമുക്ക് എസൻസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് എടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് എടുക്കുന്നത്. പൈനാപ്പിൾ എസൻസ് ആണ് എനിക്ക് ഒന്നും കൂടി നല്ല മണവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊരു 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്ത മിക്സ് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്ക് ഒരുപാട് ലൂസായി പോകാനായിട്ട് പാടില്ല, അതേപോലെ തന്നെ ഒരുപാട് ടൈറ്റായിട്ട് ഇരിക്കാനും പാടില്ല. നിങ്ങൾക്ക് ഒരുപാട് ലൂസായി പോയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മുട്ട ബിസ്ക്കറ്റിന് ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ മഞ്ഞ കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞ കളർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ലെമൺ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് തന്നെ ഇറക്കി വെക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ തുമ്പിൽ കൂടെ ഇങ്ങനെ ഒലിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഞാനിവിടെ ഓവനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവൻ്റെ ട്രേയിൽ കുറച്ച് ബട്ടർ ഒന്ന് പരട്ടി കൊടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. കുറേശ്ശെ ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും. ഒരുപാട് വലുപ്പത്തിൽ വേണ്ട, ഈ ഒരു വലുപ്പത്തിൽ മതിയാവും. അപ്പോൾ ചെറുപ്പത്തിൽ പുള്ളിയാങ്കുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളി കളിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യുമ്പോൾ അതാണ് ഓർമ്മ വരിക. ശരിക്കും ഇങ്ങനെ പുള്ളിയാങ്കുത്തി കുത്തി കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഒരു ബാച്ച് ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയെങ്കിലും ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 120 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് 120 ഡിഗ്രിയിൽ തന്നെ ഒരു 30 മിനിറ്റാണ് സമയം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, പല ഓവനിലും ചിലപ്പോൾ സമയത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, കളറൊക്കെ മാറി വന്നു തുടങ്ങിയെന്ന് കാണുമ്പോൾ നമുക്കത് ഓവനിൽ നിന്ന് എടുക്കാം. 30 മിനിറ്റിന് ശേഷം ഞാനിത് ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം നമ്മളിത് എടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടും. പിന്നെ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എടുത്ത വഴിക്ക് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇത് ശരിക്കും ഉറയ്ക്കാത്ത പോലെ തോന്നും. പക്ഷെ നന്നായി തണുത്ത് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ നല്ല ക്രിസ്പിയായിട്ട് തന്നെ കിട്ടും. ഈ സൗണ്ട് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ക്രിസ്പിയായിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.